റോമാ സാമ്രാജ്യവും അവിടെയുണ്ടായ ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയുമൊക്കെ നാം പല വഴികളിൽ പഠിച്ചിട്ടും കേട്ടിട്ടുമുണ്ടാകും. അതുപോലെ മധ്യകാലത്ത് നിന്ന് ആധുനിക കാലത്തേക്ക് ലോകം മാറിയപ്പോൾ യൂറോപ്യൻ കേന്ദ്രീകൃതമായ ഒരു ലോകം സൃഷ്ടിക്കപ്പെട്ടതും അതിൻ പ്രകാരം ലോകത്തുണ്ടായ വികസനവും കണ്ടുപിടുത്തങ്ങളെപ്പറ്റിയും നാം കേട്ടിട്ടുണ്ടാകും. ഇതിനിടയിൽ ലോകത്ത് പല കാര്യങ്ങളും പ്രത്യേകിച്ച് നവോത്ഥാന മേഖലകളിലടക്കം സംഭവിച്ചിട്ടുമുണ്ട്. ആധുനിക ലോകത്തിൻ്റെ ചവിട്ടുപടിയായി കൂടി അതിനെ കാണാനുമാവും. മധ്യകാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ കേന്ദ്ര മേഖലകൾ എന്നത് റോമാ നഗരവും കോൺസ്റ്റാന്റിനോപ്പിളുമൊക്കെ ആയിരുന്നല്ലോ. ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് ചുറ്റുമുള്ള മേഖലകളിലേക്ക് അതിൻ്റെ ഗുണഫലങ്ങളും എത്തിയെന്ന് പറയാം. ചുരുക്കിയാൽ ഇന്ന് നാം പ്രധാനമായും കാണുന്ന യൂറോപ്യൻ മേഖലകളേക്കാൾ പ്രാധാന്യം മധ്യകാലത്ത് മെഡിറ്ററേനിയൻ മേഖലകൾക്ക് ഉണ്ട് എന്നത് തന്നെ. എന്നാൽ ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ ആ പ്രാധാന്യം പാടെ മാറുന്നുമുണ്ട്. മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലത്തേക്കുള്ള കടന്നുവരവ് ആ മാറ്റങ്ങൾ കൂടിയാണ് ചരിത്രത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അത്തരമൊരു മാറ്റത്തിന് കാരണമായത് എന്തായിരിക്കാം? പല രീതിയിലുള്ള ചരിത്ര മുന്നേറ്റങ്ങളും നിർണായകമായ സംഭവ വികാസങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമായി ചേർത്ത് വായിക്കാവുന്നതുമാണ്. മധ്യകാലഘട്ടത്തിൽ ലോകഗതിയെ നിർണായകമായി സ്വാധീനിച്ച ഒരു കാര്യമാണ് കുരിശ് യുദ്ധങ്ങൾ എന്നത്. കുരിശ് യുദ്ധങ്ങളുടെ ഭാഗമായി യൂറോപ്പിൻ്റെ മറ്റ് മേഖലകളിൽ നിന്നും ശക്തികൾ മെഡിറ്ററേനിയൻ മേഖലകളിലേക്ക് വരുന്നതിനും വ്യാപാര മേഖലകളടക്കം ഈ മേഖലയിൽ കേന്ദ്രീകരിക്കുന്നതിനും കാരണമായി. അതിനോടൊപ്പം തന്നെ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലടക്കം സങ്കലനമൊക്കെ നടക്കുകയും ചെയ്തു. അപ്രകാരമാണ് ഇറ്റലിയിലെ വെനീസ്, ജനീവ തുടങ്ങിയ തുറമുഖ നഗരങ്ങളൊക്കെ വലിയ രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടത്. മധ്യ പൗരസ്ത്യ രാജ്യങ്ങൾ മധ്യകാലത്ത് കൂടുതൽ വികസിച്ചിരുന്ന മേഖലകൾ കൂടിയായിരുന്നല്ലോ. യുദ്ധത്തിൻ്റെ ഭാഗമായി പശ്ചിമ മേഖലകളിൽ നിന്നെത്തിയവരിലൂടെ പരിഷ്കാരങ്ങളും വികസനങ്ങളും മറ്റ് മേഖലകളിലേക്ക് കൂടി എത്തപ്പെടുകയുമുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ റോമാ നഗരവും കോൺസ്റ്റാന്റിനോപ്പിളുമൊക്കെ കേന്ദ്രമായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരുന്ന പരിഷ്കാര സമൂഹത്തിൻ്റെ ഗുണങ്ങൾ പശ്ചിമ യൂറോപ്യൻ മേഖലകളിലേക്ക് പതിയെ പതിയെ എത്തിത്തുടങ്ങുകയാണ് ഉണ്ടായത്. എന്നാൽ ആധുനിക കാലഘട്ടത്തെ വിശകലനം ചെയ്യുമ്പോൾ വികസനവും ശക്തികളും കണ്ടുപിടുത്തങ്ങളുമൊക്കെ കൂടുതലും പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നായിരുന്നു എന്ന് കൂടി കാണാം. മറ്റൊരർത്ഥത്തിൽ ലോകത്തിൻ്റെ പ്രധാന മേഖലകൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറൻ മേഖലകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുരിശ് യുദ്ധങ്ങൾക്കൊക്കെ നിർണായകമായ ശക്തിയായ നിലകൊണ്ടത് മാർപ്പാപ്പമാരായിരുന്നു എന്നതും ചരിത്രത്തിൽ കാണാവുന്നതാണല്ലോ. ഇത്തരത്തിൽ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൻ്റെ മിക്ക മേഖലകളിലും അതിശക്തരായാണ് മാർപ്പാപ്പമാർ നിലകൊള്ളുന്നത്. ആധുനിക കാലഘട്ടത്തിൽ ആ ലോകത്താകെ സർവ്വസ്വതന്ത്രരായി നിലകൊണ്ടിരുന്ന മാർപ്പാപ്പമാരുടെ സ്വാധീന ശക്തിക്ക് എന്നാൽ പൊടുന്നനെ പ്രശ്നങ്ങൾ നേരിടാൻ ആരംഭിക്കുകയുണ്ടായി. ആ കാലത്ത് പുതിയ രാജ്യങ്ങളും കപ്പൽ സഞ്ചാര മാർഗങ്ങളും കണ്ടുപിടിച്ചതിൻ്റെ ഫലമായി മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുടെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു വരികയും പടിഞ്ഞാറൻ മേഖലകൾ മറ്റുള്ള പല മേഖലകളുമായി നേരിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന അവസ്ഥാവിശേഷവും വന്നെത്തി. മധ്യപൗരസ്ത്യ മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന സാഹിത്യം, ചിന്തകൾ, വികസനങ്ങൾ തുടങ്ങി പല കാര്യങ്ങളും പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പരക്കുകയും അവിടെ അത് പുതിയൊരു ആശയ സംസ്കാരത്തിന് തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പുനരുത്ഥാനം യുക്തിവിചാരത്തിനും ഭൗതിക പരിഷ്കാര അഭിവൃദ്ധിക്കും മികച്ച മൂല്യങ്ങൾ നൽകി തുടങ്ങി. കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന കുരിശ് യുദ്ധങ്ങളുടെയൊക്കെ ഫലമായി യൂറോപ്യൻ മേഖലയിലെ പ്രഭുത്വത്തിനൊക്കെ വലിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. യുദ്ധങ്ങളിൽ പല പ്രഭുക്കന്മാരും കൊല്ലപ്പെടുക തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു ഇടത്തേക്ക് ഇത്തരം ചിന്തകൾ കടന്നു വന്നത് മനുഷ്യ സംസ്കാരത്തിന് തന്നെ എതിർപ്പുകളില്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കുന്നതിനും കാരണമായി. ഇത് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ചവിട്ടുപടിയായി കൂടി കാണാം. ഇത്തരത്തിലൊരു നവോത്ഥാനം മതമേഖലകളിലും സംഭവിക്കുകയുണ്ടായി. മധ്യപൗരസ്ത്യ മേഖലകൾക്ക് ലോകത്തെ നിയന്ത്രിച്ചിട്ടുള്ള നൂറ്റാണ്ടുകളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം പറയാനുണ്ടല്ലോ. ഇവിടങ്ങളിൽ ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ഒക്കെ പ്രാചീന സംസ്കാരത്തിൻ്റെ അടയാളങ്ങളായിട്ടുള്ള പല ഗ്രന്ഥങ്ങളും നിലകൊണ്ടിരുന്നു. 14-ാം നൂറ്റാണ്ടോടെ പല പണ്ഡിതരും ഇത്തരം ഗ്രന്ഥങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനായി പല ശ്രമങ്ങളും നടത്തുകയുണ്ടായി. അതിൽ നിർണായക ഇടമായി നിലകൊണ്ടത് ഇറ്റലിയിലെ ഫ്ലോറൻസ് ആയിരുന്നു. ഇവിടെ ഫ്രാൻസിസ്കോ പെട്രാർക്ക് ഇത്തരത്തിലുള്ള പല ഗ്രന്ഥങ്ങളും വീണ്ടും പ്രശസ്തിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തി. മറ്റൊരർത്ഥത്തിൽ പുരാതന ഗ്രീസിൽ നിന്നും പുരാതന റോമിൽ നിന്നുമുള്ള പ്രാചീന ആശയങ്ങളുടെ പുനർജന്മമായിരുന്നു നവോത്ഥാനത്തിൻ്റെ കാതൽ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ നവോത്ഥാനത്തിന് കാരണമായ ഭൗതിക ചിന്തയിലേക്ക് നയിച്ചതിനാൽ അദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവായുമൊക്കെ കണക്കാക്കുന്നുണ്ട്.
മാനവികതയുടെ പിതാവായും അദ്ദേഹം നിലകൊള്ളുന്നു. അതുപോലെ മറ്റൊരാളായ ബൊക്കേഷ്യയും പല രീതിയിലുള്ള കൃതികൾ രചിക്കുകയും നവോത്ഥാന മൂല്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ആദ്യകാല നവോത്ഥാനം ലോകത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. 1350കൾക്കിപ്പുറം ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ ഈ മേഖലകളിൽ സംഭവിക്കുകയാണ്. അതോടെ ഫ്ലോറൻസ് നഗരം ആകെ മാറി തുടങ്ങി. എന്നാൽ 1453 തുർക്കികൾ നിർണായക നഗരമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുക്കുകയുണ്ടായി. പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവും പ്രാചീന ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ കേന്ദ്രവും ഒക്കെയായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ മുഹമ്മദീയർക്ക് അധീനമായത് ലോകചരിത്രത്തിൽ നിർണായകമായൊരു ഏടായി മാറി. ക്രിസ്തുമത അനുയായികളായിട്ടുള്ള ഒട്ടേറെ ഗ്രീക്ക് പണ്ഡിതരൊക്കെ ഇനി അവിടെ സമാധാനപൂർവ്വം ജീവിക്കാനാവില്ല എന്ന തോന്നലിലേക്ക് എത്തുകയും അതോടെ പടിഞ്ഞാറൻ യൂറോപ്യൻ മേഖലകളിലേക്ക് മാറാനും ആരംഭിച്ചു. സ്വാഭാവികമായും നവോത്ഥാന മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരുന്ന ഫ്ലോറൻസിലേക്കും അതുപോലെ മറ്റ് യൂറോപ്യൻ മേഖലകളിലേക്കുമൊക്കെ അവരെത്തുകയും ചെയ്തു. അതോടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന അറിവുകളും എഴുത്തുകളും കൂടെ ഈ മേഖലകളിലേക്ക് വന്നെത്തുകയാണ്. അത്തരത്തിലൊരു വിജ്ഞാന വീണ്ടെടുക്കലിന് കൂടെ ഇത് സഹായകമായി. ഇത്തരത്തിൽ ഇറ്റലിയിൽ നിലവിലുണ്ടായിരുന്ന നവോത്ഥാന ചിന്തകളുള്ള നായകരുടെ പ്രവർത്തനവും വന്നു ചേർന്നിട്ടുള്ള ഗ്രീക്ക് പണ്ഡിതരുടെ പ്രവർത്തനവും സമ്മേളിച്ചപ്പോഴുണ്ടായ നവോത്ഥാനത്തെ ആ കാലത്തെ ഫ്ലോറൻസ് ഭരണാധികാരിയായ ലൊറൻസോ ഡി മെഡിസി പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തതോടെ നവോത്ഥാന മൂല്യങ്ങൾ വലിയ തോതിൽ തന്നെ വളരാൻ ആരംഭിച്ചു. ഇനി ഇത്തരത്തിലുള്ളൊരു മാറ്റത്തിൽ വലിയ തോതിൽ വളമേകിയ ഒരു സംഭവമായിരുന്നു അച്ചടി സമ്പ്രദായത്തിൻ്റെ തുടക്കമെന്നത്. ജോൺ ഗട്ടൻബർഗ് എന്ന ജർമ്മൻകാരനും വില്യം കാക്സ്റ്റൺ എന്ന ഇംഗ്ലീഷുകാരനും അച്ചടി സമ്പ്രദായത്തിൻ്റെ തുടക്കത്തിന് നിർണായക വ്യക്തിത്വങ്ങളായി നിലനിൽക്കുന്നു. അച്ചടി സമ്പ്രദായം വന്നതോടെ ചുരുങ്ങിയ ചെലവിൽ കൃതികൾ സൃഷ്ടിക്കപ്പെടുകയും ഒട്ടേറെ കോപ്പികൾ വിൽക്കപ്പെടുകയുമൊക്കെ ഉണ്ടായി. അതിലൂടെ നവോത്ഥാന മൂല്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതലായി ഇറങ്ങിച്ചെന്നു എന്നും പറയാം. ഈ നവോത്ഥാന മൂല്യങ്ങൾ വിജ്ഞാനത്തിൻ്റെ സകല മേഖലയിലേക്കും വ്യാപിക്കുകയും ചെയ്തു. 14-15 നൂറ്റാണ്ടുകളിലൊക്കെ ലോകത്ത് പല അമൂല്യങ്ങളായ നിർമ്മിതികളുടെയും കണ്ടെത്തലുകളുടെയും ചരിത്രം കൂടി ഇതിനോട് ചേർത്തൊന്ന് വായിക്കുക. ഏതായാലും ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട വിജ്ഞാന നവോത്ഥാനം ഇറ്റലിയിൽ ആരംഭിച്ച് ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങി പ്രധാനപ്പെട്ട മേഖലകളിലേക്കടക്കം വ്യാപിക്കുകയും ചെയ്തു. അതിലൂടെ പൊതുവേ ഉണ്ടായിരുന്ന ജനജീവിതത്തിനപ്പുറം ജനങ്ങൾ ചിന്തിക്കാൻ ആരംഭിച്ചു, ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു, അറിവ് തേടാനും ആരംഭിച്ചു. ഇത്തരത്തിൽ മനുഷ്യൻ യുക്തിക്കനുസൃതമായി ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ആരംഭിച്ചതോടെ ആരെങ്കിലും പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന കാലത്തിന് തന്നെ കോട്ടം തട്ടാൻ ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പല രീതികളെയും സമ്പ്രദായങ്ങളെയും പോലും പലരും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഇത്തരത്തിൽ വിജ്ഞാന പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി അന്വേഷണാത്മകതയും പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനും എഴുതി വച്ചിട്ടുള്ള സ്ഥലങ്ങളെ ചെന്ന് കാണാനും വിമർശനാത്മക സ്വഭാവം സൃഷ്ടിക്കപ്പെടുന്നതിനും യുക്തിചിന്തകൾക്കുമൊക്കെ കാരണമാവുകയാണ്. ഈ ഒരു മാറ്റം വലിയ രീതിയിൽ തന്നെ യൂറോപ്പിൽ വളരാൻ ആരംഭിച്ചു. സ്വാഭാവികമായും ഇത്തരമൊരു മാറ്റം യൂറോപ്പിലുണ്ടായിരുന്ന മതസംഘടനയിലും ചോദ്യങ്ങൾ ഉയർത്തുന്നതിനും പരിവർത്തനങ്ങൾ ഉണ്ടാവുന്നതിനും കാരണമായി മാറി. നേരത്തെ പറഞ്ഞതുപോലെ മധ്യകാലഘട്ടത്തിലൊക്കെ കത്തോലിക്ക മതം അതിശക്തമായതും മാർപ്പാപ്പയുടെ പരമാധികാരം ഏവരും ആദരിച്ചതുമൊക്കെ കാണുകയുണ്ടായല്ലോ. കുരിശുയുദ്ധങ്ങളുടെ സമയമൊക്കെ മാർപ്പാപ്പമാരുടെ നിലപാട് നിർണായകമായിരുന്നു. മാർപ്പാപ്പയുടെ പരമാധികാരത്തെ യൂറോപ്പിലെ രാജാക്കന്മാരൊക്കെ ആദരിച്ചു പോരുകയുമുണ്ടായി. ഭരണതലങ്ങൾ ഇവരുടെ പിന്തുണയും നേടിയെടുത്തു. ഇത്തരത്തിൽ മാർപ്പാപ്പയും മതാധ്യക്ഷന്മാരും ഫ്യൂഡലിസത്തിന് വളം വെച്ചുകൊണ്ട് എന്തെന്നില്ലാത്ത സ്വാധീനശക്തി സൃഷ്ടിച്ച് ആ സമൂഹം അങ്ങനെ കാലങ്ങൾ കടന്നു പോവുകയുണ്ടായി. എന്നാൽ കാലം കഴിയുന്നതിനനുസരിച്ച് പലരും ആധ്യാത്മിക കാര്യങ്ങളൊക്കെ വിസ്മരിച്ച് സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുകയാണ് ഉണ്ടായത്. വലിയ അരമനയും അതിനകത്തും പുറത്തുമുള്ള അനുചര സംഘവും മറ്റ് പരിപാടികളുമൊക്കെയായി അവരങ്ങനെ തുടർന്നു പോന്നു. എന്നാൽ ഇതേ സമയം വിജ്ഞാന നവീകരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളിൽ യുക്തിവാദം വർദ്ധിക്കുകയും ജനത ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ യുക്തിവാദികൾ കത്തോലിക്ക മതത്തിലെ പല ആചാരങ്ങളെയും വിമർശിക്കുകയും പുരോഹിതന്മാർ ആധ്യാത്മിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അഭിപ്രായപ്പെടുകയുമുണ്ടായി. ജോൺ റൂച്ച്ലിൻ, ഇറാസ്മസ് തുടങ്ങിയവരൊക്കെ മതത്തെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള വാദങ്ങൾക്ക് പ്രചോദനമേകിയത് എന്ന് പറയുന്നു. എന്നാൽ അതിൽ നിർണായകമായത് മാർട്ടിൻ ലൂതർ എന്ന പണ്ഡിതനായിരുന്നു. ജർമ്മൻകാരനായ ഇദ്ദേഹമാണ് മതപരിവർത്തന സംരംഭത്തിലൊക്കെ മുന്നിട്ടിറങ്ങുന്നത്. ആ കാലഘട്ടത്തിൽ മാർപ്പാപ്പയുടെ ചില നടപടികളിൽ പ്രതിഷേധിക്കാൻ ചില സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി.
കത്തോലിക്കരുടെ ഇടയിലുള്ള ഒരു വിശ്വാസമാണ് ദണ്ഡവിമോചനം അഥവാ ഇൻഡൾജൻസ് എന്നത്. റോമിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ദേവാലയം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അതിനായി ധനസഹായം നൽകുന്നവരെല്ലാം പാപവിമോചന പത്രിക നൽകുന്ന ഒരു സമ്പ്രദായം അവിടെ കൊണ്ടുവന്നു. ഇത്തരത്തിലൊരു പ്രഖ്യാപനം മാർട്ടിൻ ലൂഥറെയൊക്കെ ഇതിനെതിരായി നിലകൊള്ളുന്നതിന് പ്രേരിപ്പിച്ചു. അപ്രകാരം ഈ ഒരു നയത്തിനെതിരായി 95 വാദങ്ങളടങ്ങിയ ഒരു ലേഖനം തന്നെ മാർട്ടിൻ ലൂഥർ പ്രസിദ്ധപ്പെടുത്തി. അതോടെ ലൂഥറെ കത്തോലിക്ക സമുദായത്തിൽ നിന്നൊക്കെ പുറത്താക്കുകയുമുണ്ടായി. 1518 മാർട്ടിൻ ലൂഥറുടെ സുഹൃത്തുക്കൾ ഈ 95 വാദങ്ങളെ ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി അച്ചടിച്ച് വിതരണം ചെയ്യാൻ ആരംഭിച്ചു. ജർമ്മനി ആകെ ഇത് പടരുകയും ചെയ്തു. അപ്രകാരം ജർമ്മൻ ജനത ലൂഥറുടെ പക്ഷം പിടിക്കുകയാണ്. അവർ പുതിയൊരു പള്ളി തന്നെ സ്ഥാപിച്ചു. മാർട്ടിൻ ലൂഥറുടെ സിദ്ധാന്തങ്ങൾ അനുസരിച്ചുള്ള ഭരണക്രമവും അവർ നടപ്പാക്കി. ഇത്തരത്തിൽ പരിഷ്കരിച്ചുണ്ടാക്കിയ ഈ മതത്തിന് പ്രൊട്ടസ്റ്റൻ്റ് മതം എന്ന പേരും വന്നു. പ്രൊട്ടസ്റ്റ് അഥവാ പ്രതിഷേധിക്കുക എന്ന പദത്തിൽ നിന്നാണ് പ്രൊട്ടസ്റ്റൻ്റ് എന്ന പേര് ഉണ്ടാവുന്നത്. പാപമോചന ക്രമങ്ങളിൽ പ്രൊട്ടസ്റ്റൻ്റുകാർ കത്തോലിക്കരോട് യോജിച്ചില്ല. മാർപ്പാപ്പയുടെ അധികാരത്തെയും അവർ വിലക്കി. മതാചാര്യന്മാർക്ക് വിവാഹം ചെയ്യാൻ അനുമതിയും നൽകി. ഏതായാലും അധികം താമസിയാതെ ഡെൻമാർക്ക്, സ്വീഡൻ, ഇംഗ്ലണ്ട് തുടങ്ങി പല രാജ്യങ്ങളിലേക്കും പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം പടർന്നു പിടിക്കുകയുണ്ടായി. അപ്രകാരം മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലെ കേന്ദ്രശക്തി എന്ന നിലയിൽ പ്രവർത്തിച്ച കത്തോലിക്ക മതത്തിനും ഭരണതലങ്ങൾക്കും വലിയ കോട്ടം തന്നെ സംഭവിച്ചു. രാജാക്കന്മാരുടെയും പൊതുജനങ്ങളുടെയും ഇടയിൽ മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്ന സ്വാധീനത്തിനും പ്രശ്നങ്ങളുണ്ടായി. ചുരുക്കിയാൽ സാമൂഹിക വ്യവസ്ഥിതിക്ക് തന്നെ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നു ചേർന്നു. ഈ പരിവർത്തന സംരംഭം പടർന്നാൽ അത് അപകടകരമാണെന്ന് കത്തോലിക്ക പക്ഷക്കാർക്ക് പോലും ബോധ്യപ്പെട്ടു. അതോടെ മതപരിവർത്തന സംരംഭത്തെ തടയാൻ ചില നടപടികൾ കത്തോലിക്കർ ചെയ്യാനും ആരംഭിച്ചു. അതിനായി വലിയ തോതിൽ സമ്മേളനങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ പല രാജ്യങ്ങളും ഇതിന് നേതൃത്വവും വഹിച്ചു. സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, പുരോഹിതന്മാർക്കിടയിലെ ദുർനടത്തവും സഭാഭരണത്തിൽ ആരോപിക്കപ്പെടുന്ന അഴിമതിയുമൊക്കെ ഇല്ലാതാക്കുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി പല കാര്യങ്ങളും നടപ്പിലാക്കുകയുമുണ്ടായി. പുണ്യവാനായ ഇഗ്നേഷ്യസ് കത്തോലിക്ക നവീകരണത്തിൻ്റെ ഭാഗമായും കത്തോലിക്ക മതത്തിൻ്റെ പ്രചാരണത്തിനു വേണ്ടി സൊസൈറ്റി ഓഫ് ജീസസ് അഥവാ യേശു സംഘം എന്ന പേരിൽ ഒരു ക്രൈസ്തവ സഭയും രൂപീകരിച്ചു. അതിന് പ്രകാരം മതപ്രചാരകന്മാർ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്കും എത്തുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ നവീകരണത്തിൻ്റെ ഭാഗമായി പല നടപടികളുമൊക്കെ കൈക്കൊള്ളുകയുണ്ടായി. ഈ കാലത്ത് യൂറോപ്യൻ മേഖല നേരിട്ട് ലോകത്തിൻ്റെ മിക്ക മേഖലകളിലേക്കും കപ്പൽ ഗതാഗതം കൂടി സൃഷ്ടിച്ചതോടെ അവരുടെ സാംസ്കാരിക സാഹിത്യ വികസന പ്രവർത്തനങ്ങൾ കൂടി മറ്റ് മേഖലകളിലേക്കും എത്തുന്നതിനും വ്യാപിക്കുന്നതിനും കാരണമായി എന്ന് പറയാം.